മുണ്ടക്കൈ ദുരന്ത ഭൂമി ആളൊഴിഞ്ഞതോടെ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാകുന്നു. അവശേഷിക്കുന്ന കൃഷിയിടങ്ങളിലേക്കാണ് കാട്ടാനകൾ ഉൾപ്പെടെ വന്യജീവികൾ കൂട്ടമായി എത്തുന്നത്. ചൂരൽമല സ്കൂൾ റോഡ്, പടവെട്ടിക്കുന്ന് പ്രദേശങ്ങളിലെ കർഷകർ പകൽ സമയത്തും കൃഷിയിടങ്ങൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഇപ്പോഴത്തെ കാഴ്ചയാണിത്. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ആനകൾ വൻതോതിലാണ് വിളനാശം വരുത്തുന്നത്. പടവെട്ടി ചെട്ടിയാർതൊടി ലത്തീഫിന്റെ വീടിനോട് ചേർന്ന ഏലത്തോട്ടത്തിൽ നിത്യവും കാട്ടാനകൾ എത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിന് ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്തേക്കാണ് പിന്നീട് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ കൂട്ടമായി എത്തുന്നത്. ദുരന്തബാധിതരുടെ അവശേഷിക്കുന്ന കൃഷിഭൂമിയും ഇപ്പോൾ നഷ്ടത്തിലാവുകയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വൈദ്യുതി വിതരണം താറുമാറായതോടെ ഫെൻസിംഗ് പ്രവർത്തിക്കാത്തതും തിരിച്ചടിയാണ്. കാപ്പി, ഏലം, കവുങ്ങ്, തെങ്ങ് തുടങ്ങി എല്ലാ വിളകളും വന്യജീവികൾ നശിപ്പിക്കുന്നു. ആനയും ഈ കുരങ്ങും എല്ലാം വന്നിട്ട് നമ്മുടെ കൃഷികൾ കംപ്ലീറ്റ് നശിപ്പിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള, എവിടെയും പോയി കൂലി വാങ്ങി ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. ചൂരൽമല സ്കൂൾ റോഡിലെ പ്രഭാകരന്റെ കൃഷിയിടത്തിലെത്തുന്ന കാട്ടാനകൾ രാത്രിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ട കാഴ്ചയാണിത്. കൃഷിയാണുള്ളത്, പക്ഷെ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആനയും സമ്മതിക്കുന്നില്ല, കുരങ്ങനും സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് ആനയ്ക്ക് ഇവിടെ ഒരു വേലി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് സർക്കാർ തരുമോ തരില്ലെന്ന് അറിയില്ല. ഇപ്പോൾ ആനകൾ നിരങ്ങുകയാണ്. ഇപ്പോൾ നമ്മളെ വീട് കണ്ടില്ല, വീടിൻ്റെ മുകളിലേക്ക് ഒരു തെങ്ങ് തള്ളിയിട്ടിരിക്കുന്നത് അവിടെ. അത് ആന വന്നിട്ട് ഇതിൽ തന്നെയാണ് ആന കയറുന്നു ഇറങ്ങുന്നതൊക്കെ. ജനനിബിഡമായിരുന്ന ഒരു പ്രദേശം തികച്ചും വിജനമായപ്പോൾ വന്യജീവികൾ കൈയടക്കിയതിന്റെ പുതിയ കാഴ്ച. ശരത് ലാലിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1, വയനാട്.